ശ്രീ സാവ്യമണി, 2 or 3 തവണ വിളിച്ചിരുന്നു എന്ന് അങ്ങ് നേരത്തെ അങ്ങയിലേക്ക് ഞാൻ വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു. വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടോ അതോ കോൾ ചെയ്യുക മാത്രമാണോ ചെയ്യുന്നത്? അറ്റൻഡ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കളയുമോ, പിന്നീട് മെസ്സേജ് വരിക, അങ്ങനെയാണോ ചെയ്തത്? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. വിളിച്ച് ഒരു റിങ്ങല്ല 2 റിങ്ങേ വരുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും കട്ടായി പോകും. കട്ടായി കഴിഞ്ഞാൽ പിന്നെ സ്വിച്ച് ഓഫ് ആണ്. പിന്നെ സ്വിച്ച് ഓഫ് പറയുന്നുള്ളൂ. അതായത് ജീവനോടെ ഉണ്ട് എന്ന് ബോധിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ട് അല്ലേ? അങ്ങനെ ആയിരിക്കാം. ഈ കോളുകളൊക്കെ ഉണ്ടായത് പള്ളിപ്പുറത്ത് നിന്ന് തന്നെയാണെന്നാണ് പിന്നീട് ഇപ്പൊ അന്വേഷണ സംഘമൊക്കെ നിങ്ങളോട് പറയുന്നത്. അവിടുന്ന് തന്നെയാന്നുള്ളതാണ്. അവിടെ നിന്നാണല്ലോ കണ്ടെത്തിയത്. പിന്നെ നമ്മളോട് അങ്ങനെ ഈ പള്ളിപ്പുറത്തെ കേസൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെ വിളിക്കുന്നത് അവിടെ ചെന്ന് അവിടെ കാണാൻ വേണ്ടിയിട്ടേ വിളിക്കുന്നുള്ളൂ, അല്ലാതെ പള്ളിപ്പുറം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ശരി, ഈ CCTV ദൃശ്യങ്ങളോ? ആദ്യത്തെ 2-3 കോള് ആദ്യത്തെ 2 കോൾ. ഹലോ, പറയൂ. ആദ്യത്തെ 2-3 കോള് വന്നപ്പോൾ മാത്രമേ നമ്മൾ ഈ പള്ളിപ്പുറം എന്ന് കേട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ അതേപ്പറ്റി നമ്മൾ കേട്ടിട്ടൊന്നുമില്ല. നമ്മൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു, പിന്നെ അവരെ അന്വേഷിക്കുന്നത്. ഓക്കെ, ഈ കോള് വന്നതിനെ കുറിച്ച് പോലീസിനോട് പറഞ്ഞപ്പോൾ അവരും എന്തൊക്കെയാണ് ചോദിച്ചത്? അവർ പ്രത്യേകിച്ച് അവരെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നുള്ളൂ. അന്വേഷിക്കുന്നുണ്ട്. അല്ല, ഈ കേസ് പിൻവലിപ്പിച്ചിട്ട് പിന്നെ അവരെന്ത് അന്വേഷിക്കാനായിരുന്നു? ആദ്യം ചോദിച്ചാൽ നമുക്കറിയത്തില്ല. നമ്മൾ ചെല്ലുമ്പോ ഒക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് നമ്മളോട് പറയുന്നു. അതായത് ഈ 2 ദിവസം കൊണ്ട് നിങ്ങളുടെ പെങ്ങളെ മടക്കി തരും എന്ന് പറഞ്ഞത് ഞങ്ങൾ പാലിക്കും, പക്ഷെ കേസ് വേണ്ട എന്ന നിലപാട് അല്ലേ? അത് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. നമ്മളോട് അങ്ങനെ പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പെങ്ങളെ കൊണ്ടുവന്ന് വരും, അപ്പം നിങ്ങൾ കൂട്ടിക്കൊണ്ട് പൊക്കോണം. ആയിക്കോട്ടെ സാറേ എന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല, നമ്മുടെ പെങ്ങളല്ലേ, കൂട്ടിക്കൊണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പോന്നു കഴിഞ്ഞ് തിരിച്ച് വിളിപ്പിച്ചേച്ച് എഴുതി തന്നെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എഴുതി കൊടുക്കേണ്ടി വന്നു. എഴുതി കൊടുത്ത് പോന്നു. നമ്മളെ ഇവിടെ ചൂടായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചോദിച്ചില്ല. ആദ്യം നമ്മൾ ചോദിച്ചു, പെങ്ങളാ ചോദിച്ചത്. എൻ്റെ മൂത്ത സിസ്റ്റർ ചോദിച്ചു, സാറേ ഞങ്ങൾ എഴുതി തരികയില്ല എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പറ്റിയില്ല, എഴുതി തന്നെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞ് വെച്ചിട്ടാണ് ഞങ്ങളോട് വീണ്ടും പറയുന്നു 2 ദിവസത്തിനുള്ളിൽ നിങ്ങളെ പെങ്ങളെ കൊണ്ടുവന്ന് വരും, കൊണ്ടുപോക്കണമെന്ന് പറയുന്നു. പിന്നെ നമ്മൾ അത് പിന്നെ കാണാതെ വന്നപ്പോഴാണ് പിന്നെ ബാക്കി നമ്മൾ മുന്നോട്ടുള്ള കേസുമായിട്ട് മാറിയത്. ശരി, ഈ ഇപ്പൊ ജയമയെ കാണാതായതിനു ശേഷം ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, പരിചയമുണ്ട്, സ്വർണം പണയം വെച്ചിട്ടുണ്ട്, CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ വഴിക്ക് നേരിട്ട് അന്വേഷണം എന്തെങ്കിലും നടത്തിയിരുന്നോ? നമ്മളാ? അതെ. നേരിട്ട് അന്വേഷണത്തിന് നമ്മൾ നേരിട്ട് അന്വേഷണത്തിന് പോയിട്ടൊന്നുമില്ല. എല്ലാം ക്രൈംബ്രാഞ്ചാണ് അതിന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ഏറ്റെടുത്ത് നടക്കുന്നത്. ഞാൻ അന്വേഷണത്തിനൊന്നും പോയിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്നും ഒരുപക്ഷെ അയാളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട് പോകാനുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ അങ്ങനെ എന്തെങ്കിലും അറിയുമായിരുന്നോ നിങ്ങൾക്ക്? നമുക്കൊന്നും അറിയില്ല. ആ വ്യക്തിയെ പറ്റി നമുക്കൊന്നും അറിയില്ലായിരുന്നു അല്ലേ? ഞാൻ ഫസ്റ്റിലെ പറഞ്ഞല്ലോ, നമുക്ക് ആ വ്യക്തിയായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല, ഒന്നുമില്ല. ആ വ്യക്തിനെ നമ്മൾ അറിയൂല പോലുമില്ല. ഞാൻ ഫസ്റ്റ് കാണുന്നത് തന്നെ, ആ വ്യക്തിനെ കാണുന്നത് തന്നെ ഇവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് കണ്ടതേ ഉള്ളൂ. ശരി, വ്യക്തിനെ കണ്ടിട്ടില്ല. ഇയാളെ കണ്ടപ്പോൾ പോലീസുകാർ എന്തെങ്കിലും നിങ്ങളോട് എന്താണ് പറഞ്ഞത്? ഇയാൾക്ക് ഉണ്ടായിരുന്ന ബന്ധം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇയാൾ ഈ കേസിൽ പ്രതിയാവുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പോലീസുകാർ എന്താ പറഞ്ഞത്? നമ്മളോട് ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളോട് മോളിൽ പോയിരുന്നോളാൻ പറഞ്ഞു. വെളിയിൽ പോയിരുന്നു എന്നുവെച്ച് നമ്മളോട് പറയുന്നത് DNA ടെസ്റ്റ് എടുക്കണം എന്നും പറഞ്ഞ് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. DNA ടെസ്റ്റ് എടുക്കുന്നു. അവിടെ ബ്ലഡ് കൊടുത്തേച്ച് ഞങ്ങളോട് പൊക്കോളാൻ പറയുന്നു. ഞങ്ങൾ പോരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം കൂടെ നമ്മളെ വിളിപ്പിച്ചു. വിളിപ്പിച്ച് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വർണത്തിൻ്റെ ഒക്കെ ഇത് അറിയാൻ വേണ്ടിയിട്ട് ഫോട്ടോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിപ്പിച്ചതാണ്.
അങ്ങനെ വിളിപ്പിച്ചു, ഫോട്ടോസ് കൊടുത്തു, അതിൽ നിന്ന് സ്വർണത്തിൻ്റെ പടമുള്ളതൊക്കെ കൊടുത്തു, അത്രേ ഉള്ളൂ. ഈ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിലോ പരാതിയിലോ ഒക്കെ ജയനമ്മയുടെ ഭർത്താവിന്റെ കുടുംബം സഹകരിച്ചിരുന്നോ? എന്തിനാണ് നിങ്ങൾ അന്ന് പോയപ്പോൾ നിങ്ങളോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞത്? നമുക്കറിയില്ലത്. എവിടെ പോയപ്പം? ഈ വീട്ടിൽ അന്വേഷിച്ചു പോയി എന്ന് പറഞ്ഞില്ലേ? ജയനമ്മയുടെ ഭർത്താവിന്റെ വീട്ടിൽ അന്വേഷിച്ചു പോയി എന്ന് പറഞ്ഞില്ലേ നേരത്തെ? അതിനെപ്പറ്റി ഒന്നും നമുക്കറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. നമ്മളോട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. നമ്മളോട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ചൂടായി. അന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ അങ്ങോട്ട് പോയി. പോയിട്ട് വന്നു കഴിഞ്ഞപ്പം നമ്മളോട് സ്റ്റേഷനിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. നമ്മൾ സ്റ്റേഷനിലേക്ക് പോകുന്നു. സ്റ്റേഷനിൽ പോകുന്നു. വന്നു കഴിഞ്ഞ് പിന്നെ ബാക്കിത്തെ കേസുകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ശരി.